ഫാദർ മൈക്കൽ കാരിമറ്റം വിശുദ്ധ ഗ്രന്ഥത്തെ ജനകീയമാക്കിയ പുരോഹിതൻ. 1980 മുതലുള്ള തലമുറകളെങ്കിലും ബൈബിളിനെ ആസ്വദിച്ച് മനസ്സിലാക്കുവാൻ കാരണക്കാരനായ പുരോഹിതൻ, നിരവധി വൈദിക വിദ്യാർത്ഥികളുടെ അധ്യാപകൻ, 100-ലധികം ഗ്രന്ഥങ്ങൾ, 2000-ലധികം ബൈബിൾ പ്രഭാഷണങ്ങൾ, സമ്മാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായ ഒരു മനുഷ്യൻ. താമരശ്ശേരി രൂപതാംഗവും തലശ്ശേരി രൂപത വൈദികനുമായ ബഹുമാനായ മൽപ്പാൻ ഫാദർ മൈക്കൽ കാരിമറ്റത്തിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അങ്ങനെ നീളുകയാണ്. നിമിഷങ്ങളെ സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ. സഹോദരങ്ങളെ, വൈദികരെ, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് നന്മ നേരുന്ന, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, വൈദികരെ, പിതാക്കന്മാരെ, എല്ലാവർക്കും നന്ദി. എൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. എത്ര ദിവസം ദീർഘിക്കണമെന്ന് ആഗ്രഹവുമില്ല. ഒരു ദിവസമാകാം, ഒരാഴ്ചയാകാം, ഒരു മാസമാകാം, അതിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് എത്ര ദീർഘമോ ഹ്രസ്വമോ ആണെങ്കിലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ: നന്ദി, നന്ദി, നന്ദി. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നിത്യവും ഭാഗിച്ചു തരുന്നവനേ, സ്നേഹിച്ചു സ്നേഹിച്ച് കൽക്കരി കട്ടയെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര, സ്നേഹിച്ചു സ്നേഹിച്ച് കൽക്കരി കട്ടയെ. ദൈവവചനത്തിൻ്റെ രുചിയറിഞ്ഞ വൈദികൻ, ദൈവജനത്തിനെ തിരുവചനത്തിൻ്റെ മധുരം പകർന്ന ഗുരുശ്രേഷ്ഠൻ, ബഹുമാനപ്പെട്ട മൽപ്പാൻ മൈക്കിൾ കാരിമറ്റം. കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ നാം ഇന്ന് കാണും വിധം തിരുവചന പഠനത്തിലും ധ്യാനത്തിലുമെല്ലാം ഉണ്ടായിട്ടുള്ള താല്പര്യത്തിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള മഹനീയ സാന്നിധ്യം. തിരുവചനത്തെ സ്നേഹിച്ച് ആഴത്തിൽ അറിഞ്ഞ് പുസ്തകങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും സുവിശേഷ സന്ദേശം എല്ലായിടത്തും പ്രചരിപ്പിക്കുവാൻ സ്വജീവിതം ഒഴിഞ്ഞുവെച്ച വന്യവൈദികൻ. പൂർവികരീജിപ്തിൽ കണ്ട സ്വപ്നങ്ങൾ. സർവനന്മയായ ദൈവം എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് മൈക്കിൾ അച്ഛനിലൂടെ നമ്മുടെ സഭയ്ക്ക് നൽകിയിട്ടുള്ളത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബൈബിൾ വിവർത്തനത്തിൻ്റെ 3 ചീഫ് എഡിറ്റർമാരിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ. വിവിധ ഭാഷകളിൽ രചിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ 75ഓളം ഗ്രന്ഥങ്ങൾ ആഴമേറിയ വചനവായനയുടെയും വിചിന്തനത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ടവയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പൊരുളും പശ്ചാത്തലവും വ്യക്തമാക്കുന്ന ബൈബിൾ തീർത്ഥാടനമെന്ന പുസ്തക പരമ്പരയും ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയുമുള്ള അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സുകളും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൻ്റെ സൗന്ദര്യവും ശ്രേഷ്ഠതയും വിളിച്ചോതുന്നവയായിരുന്നു. താൻ അനുഭവിച്ചറിഞ്ഞ തിരുവചനത്തെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുകയെന്നത് ജീവിത ദൗത്യമായി സ്വീകരിച്ച അദ്ദേഹത്തിന് കേരള ക്രൈസ്തവ സഭ സ്നേഹത്തോടെ നൽകിയ ആദരമായിരുന്നു മൽപ്പാൻ പദവി. The Synod of Bishops of the Syro-Malabar Church confers on Reverend Dr. Michael Karimattam the title of Malpan in recognition of his exceptional excellence in biblical scholarship and in the
മരണത്തിൻ്റെ 40 ദിവസങ്ങൾ പൂർത്തീകരിച്ച് കുളത്തുവയൽ തീർത്ഥാടന നടയിൽ നാം മൈക്കിളച്ചനെ ഓർത്ത് പ്രാർത്ഥിച്ച് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അദ്ദേഹം കത്തിച്ചു തന്ന വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അടുത്ത തലമുറകളിലേക്കും കെടാതെ പകരാൻ നമുക്കും സാധിക്കട്ടെ. നിമിഷങ്ങൾ